ആഗോള അയ്യപ്പ സംഗമത്തിന് സജ്ജമായി പമ്പാതീരം. അവസാനഘട്ട തയ്യാറെടുപ്പാണ് പമ്പയിൽ എവിടെയും. 25 രാജ്യങ്ങളിൽ നിന്നായി വിദേശികൾ ഉൾപ്പെടെ 3500 പേർ സംഗമത്തിൽ പങ്കെടുക്കും. പമ്പ മണപ്പുറത്തിന്റെ സ്വാഭാവിക ഘടനയ്ക്ക് ദോഷം വരാതെ പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചാണ് അയ്യപ്പ സംഗമത്തിന്റെ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. സുരക്ഷയുടെ ഭാഗമായി 1000 പോലീസുകാരെ പമ്പയിലും സന്നിധാനത്തുമായി വിന്യസിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഞാനിപ്പോഴുള്ളത് പമ്പയിലെ ത്രിവേണിയിലാണ്. ഇവിടെയാണ് മുഖ്യമന്ത്രി നാളെ അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാന വേദിയുള്ളത്. ആ വേദിയുടെ ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിലാണ്. നാളെ രാവിലെ 9:30 മുഖ്യമന്ത്രി അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ഘാടനം ഔദ്യോഗികമായി നിർവഹിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിന് ശേഷം 3 വേദികളിലായി 3 വിഷയങ്ങളിൽ സെമിനാറുകൾ നടക്കും. പ്രധാന വേദിയിൽ, അതായത് ഉദ്ഘാടനം നടക്കുന്ന വേദിയിൽ തന്നെയാണ് ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട സെമിനാർ നടക്കുന്നത്. അതിനുശേഷം ഹിൽ ടോപ്പിൽ, പമ്പയിലെ തന്നെ ഹിൽ ടോപ്പിൽ ശബരിമലയെ ഒരു പിൽഗ്രിം ടൂറിസം സ്പോട്ടായി എങ്ങനെ മാറ്റാം എന്നുള്ള ആശയങ്ങൾ ആരായുന്ന സെമിനാർ നടക്കും. അതിനുശേഷം പമ്പ ഗണപതി കോവിലിന് മുന്നിലുള്ള ദേവസ്വം ബോർഡിൻ്റെ ഓഡിറ്റോറിയത്തിൽ, ശ്രീരാമസാകേതം ഓഡിറ്റോറിയത്തിലാണ് പമ്പയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം പങ്കെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സെമിനാർ നടക്കുന്നത്. ഈ 3 സെമിനാറുകൾക്ക് ശേഷമാകും അയ്യപ്പ സംഗമത്തിൻ്റെ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് പോവുക. അതായത് ഉദ്ഘാടന ചടങ്ങുകളും 3 സെമിനാറുകളും ഉൾക്കൊള്ളുന്നതാണ് അയ്യപ്പ സംഗമം എന്ന് ചുരുക്കത്തിൽ പറയാം. 3500 പ്രതിനിധികളാണ് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നത്. 25 രാജ്യങ്ങളിൽ നിന്നായി വിദേശികൾ ഉൾപ്പെടെയുള്ളവർ ഈ 3500 പേരിൽ ഉൾപ്പെടുന്നുണ്ട്. അവർക്കുള്ള രജിസ്ട്രേഷൻ കൗണ്ടറുകളാണ് ഈ കാണുന്ന പന്തലിൽ, അതായത് ഈ കാണുന്ന ജർമ്മൻ പന്തലിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം അയ്യപ്പ സംഗമത്തിൻ്റെ ഭാഗമായി പോലീസിൻ്റെ ഭാഗത്തു നിന്നും കനത്ത സുരക്ഷയാണ് പമ്പയിലും ശബരിമലയിലും ഒരുക്കുന്നത്. ഏതാണ്ട് 1000-ഓളം പോലീസുകാരാണ് പമ്പയിലും ശബരിമലയിലുമായി അയ്യപ്പ സംഗമത്തിൻ്റെ ഭാഗമായി വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്. 600-ഓളം പോലീസുകാർ അയ്യപ്പ സംഗമത്തിൻ്റെ മാത്രം ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. 400 പോലീസുകാർ സാധാരണ എല്ലാ മാസപൂജ സമയങ്ങളിലും പമ്പയിലും സന്നിധാനത്തുമായി വിന്യസിക്കപ്പെടാറുള്ളവരാണ്. 2 വിഭാഗവും കൂടി ചേർത്ത് ഏതാണ്ട് 1000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരാണ് പമ്പയിലും സന്നിധാനത്തുമായി വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്. 8 സെക്യൂരിറ്റി സോണുകളായാണ് പമ്പയും സന്നിധാനത്തെയും പോലീസ് തിരിച്ചിരിക്കുന്നത്. 8 സോണുകളിലായിട്ടാണ് ഈ 1000 പോലീസുകാരെ വിന്യസിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള VIP എത്തുന്നതോടുകൂടി സുരക്ഷ ആവശ്യമെങ്കിൽ ഇനിയും വർദ്ധിപ്പിക്കാനുള്ള ഒരു നിർദ്ദേശം കൂടി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പത്തനംതിട്ട SP-ക്കാണ് നിലവിൽ സുരക്ഷാ ചുമതലയുള്ളത്. നാളെ അയ്യപ്പ സംഗമം തുടങ്ങുന്നതോടെ ദക്ഷിണമേഖല DIG കൂടി ഈ സുരക്ഷാ ചുമതലയുടെ ഉത്തരവാദിത്തങ്ങൾ കൂടുതലായി ഏറ്റെടുക്കുന്നുണ്ട്. ഈ കാണുന്ന പവിലിയനാണ് അയ്യപ്പ സംഗമം ബന്ധപ്പെട്ട് ഏറ്റവും ആകർഷണീയമായി ഒരുക്കിയിരിക്കുന്നത്. ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഈ 50 വർഷക്കാലത്ത്, അല്ലെങ്കിൽ ഇത്രയധികം പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ചിട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആ ക്ഷേത്രങ്ങളുടെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വിശദീകരിക്കുന്ന ഒരു പവിലിയനാണ്. അതിൽ ശബരിമലയ്ക്ക് തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ തന്നെ വിശദീകരിക്കുന്ന ഒരു പവിലിയനാണിത്. ഈ പവിലിയനാണ് ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇതിനുള്ളിൽ കടുവയുടെയും സിംഹത്തിൻ്റെയും ചിത്രങ്ങളും ശില്പങ്ങളും അതോടൊപ്പം തിരുവിതാംകൂറിലെ വിവിധ ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളും ഒക്കെ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നാളെ എത്തുന്ന പ്രതിനിധികൾക്ക് വളരെ വിശദമായി ഈ ആചാരാനുഷ്ഠാനങ്ങളും ക്ഷേത്രങ്ങളെപ്പറ്റിയും മനസ്സിലാക്കുവാനായി ഈ പവിലിയനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇവിടെ ഈ പവിലിയനിൽ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് നൽകാനായും നാളെ ആളുകളെ സജ്ജീകരിച്ച് നിർത്തിയിട്ടുണ്ടാകും. ഏതായാലും 3500 പേർക്കാണ് നിലവിൽ ഇവിടെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. അവർക്കുള്ള ഭക്ഷണ സൗകര്യം ഒരുക്കാനായി 7000 ചതുരശ്ര അടിയുള്ള മറ്റൊരു പന്തൽ കൂടി ഒരുക്കിയിട്ടുണ്ട്. പമ്പയിൽ തന്നെയാണ് ആ പന്തൽ ഒരുക്കിയിട്ടുള്ളത്. അതായത് 3 പന്തലുകൾ അല്ലെങ്കിൽ 3 വേദികളിലായി നടക്കുന്ന പരിപാടിയിലെ ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ നടക്കുന്നത് 7000 ചതുരശ്ര അടി വലിപ്പമുള്ള മറ്റൊരു ജർമ്മൻ പന്തലിലായിരിക്കും. അങ്ങനെ വിപുലമായ സൗകര്യങ്ങളാണ് നിലവിൽ പമ്പ മണൽപ്പരപ്പിൽ ഒരുക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇന്ന് വൈകുന്നേരമോ നാളെ രാവിലെയോ പമ്പയിൽ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി എത്തുകയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് താമസിക്കാനുള്ള സൗകര്യം പമ്പയിലെ PWD ഗസ്റ്റ് ഹൗസിലാണ് ഒരുക്കിയിട്ടുണ്ട്. അതും സജ്ജമായിരിക്കുകയാണ്. മറ്റ് പ്രതിനിധികളെ പമ്പയുടെ പരിസര പ്രദേശങ്ങളിലുള്ള പല താമസ കേന്ദ്രങ്ങളിലായിട്ടാണ് താമസിപ്പിക്കുന്നത്. അവരും നാളെ രാവിലെയോടെ തന്നെ പമ്പ നദീതീരത്ത് അല്ലെങ്കിൽ പമ്പ ത്രിവേണിയിലെ ഈ പ്രധാന വേദിയിലേക്ക് എത്തി അവരുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി അയ്യപ്പ സംഗമത്തിൻ്റെ ഭാഗമാകും.
ദേവസ്വം പ്രസിഡന്റ് അല്പം മുമ്പ് നമ്മളോട് പ്രതികരിച്ചിരുന്നു. അയ്യപ്പ സംഗമം നടത്തുന്നത് ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയാണ്. ശബരിമലയ്ക്ക് വലിയ മുതൽക്കൂട്ടാകുന്ന ഒരു പരിപാടിയായി അയ്യപ്പ സംഗമം മാറും എന്നാണ് ദേവസ്വം ബോർഡിൻ്റെ വിശ്വാസം. സംസ്ഥാന സർക്കാരും അത്തരത്തിലൊരു വിശ്വാസത്തിലാണ് നിലവിലുള്ളത്. അയ്യപ്പ സംഗമത്തിലേതായാലും ഇപ്പോൾ തന്നെ വളരെ ദേശീയ പ്രാധാന്യമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. വിവിധ ചേരിയിൽ നിന്നും പലതരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു വരുന്നുണ്ടെങ്കിൽ പോലും മികച്ച സംഘാടന മികവോടെ ഈ അയ്യപ്പ സംഗമം നടത്തി തീർക്കാൻ ആവുകയാണെങ്കിൽ, അതുമൂലം ശബരിമലയുടെ വികസനം സാധ്യമാവുകയാണെങ്കിൽ തീർച്ചയായും ഇടത് സർക്കാരിന് അതൊരു രാഷ്ട്രീയ പ്രചരണായുധമായി ഉപയോഗിക്കാനാവുന്ന ഒരു കാര്യം കൂടിയാണ്. ഏതായാലും മണിക്കൂറുകൾ മാത്രമാണ് അയ്യപ്പ സംഘത്തിന് ബാക്കി നിൽക്കുന്നത്. പമ്പാതീരം അതിവേഗം സംഗമത്തിനായി, ആ വലിയ സമ്മേളനത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സിജോ സുധാകരനൊപ്പം നന്ദുഷായസ്, മീഡിയ 1, പത്തനംതിട്ട.